ഖുർആൻ ക്ലാസ് അതിൻ്റെ 190ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂതവിരോധം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടും മദീനയിലെ തൻ്റെ അനുയായികളെ അവരുമായി ആത്മബന്ധത്തിലായിരുന്ന സൗഹൃദത്തിലായിരുന്ന ജൂതരുമായി തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടും മുഹമ്മദ് നടത്തുന്ന ഒരു ശ്രമം എന്നതിനപ്പുറത്ത് ഇതിനകത്ത് യാതൊരു തരത്തിലും ദൈവീകത ആരോപിക്കാൻ കഴിയില്ല. ഒരു ദൈവം എന്ന ഒരു സങ്കല്പത്തെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തോളമെങ്കിലും വലുതായി കാണാൻ കഴിയുകയാണെങ്കിൽ ഒരു ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കും എന്ന് ചിന്തിക്കാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജൂതവിരോധ പ്രസ്താവനകളുടെ പരമ്പര ഖുർആനിൽ തുടരുകയാണ്. അത് തുടരുന്നതിനിടയിൽ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുന്നതോടുകൂടി അത് പിന്നീട് പല വിഷയങ്ങളിലേക്കും ചിതറിപ്പോകുന്നുണ്ട്. അങ്ങനെ ചിതറിപ്പോകുമ്പോൾ ഖുർആനിൻ്റെ ക്രോണോളജി നഷ്ടപ്പെടുന്നുണ്ട്. മദീനയിലെത്തി വളരെ വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വെളിപാടുകളും മക്കയിൽ നിന്ന് അവിടുത്തെ ഖുറൈശികളോട് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ വെളിപാടുകളുമൊക്കെ ഈ അധ്യായത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടിക്കലർന്നു വരുന്നതായിട്ട് നമ്മൾ കാണാം. അതോടൊപ്പം തന്നെ വളരെ വളരെ ബാലിശമായിട്ടുള്ള ദൈവമെന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം പരിഹാസ്യനാക്കുന്ന നിരവധി പരാമർശങ്ങളും മണ്ടത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളും ഖുർആൻ്റെ ഉറവിടം ആരുടെ തലച്ചോറിൽ നിന്നാണ് എന്ന് ഏതൊരു കോമൺ സെൻസിൻ്റെ തരിമ്പുള്ള ആൾക്കും കൃത്യമായി മനസ്സിലാവുന്ന തരത്തിലുള്ള വിരോധാഭാസങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ ആ കോമഡികളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് അടുത്ത വാക്യം മുതൽ വായിക്കാം. 103ാമത്തെ വാക്യം, അൽ ബഖറ സൂറത്ത്. അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. അവരത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇത് ജൂതന്മാർ മുഹമ്മദിനോട് തൻ്റെ പ്രവാചകത്വം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിനുള്ള യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു സന്ദർഭത്തിൽ അവസാനമായിട്ട് മുഹമ്മദ് പറഞ്ഞു പോകുന്ന ഒരു വാക്യമാണ്. 104 യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. വിശ്വാസികളെ, നിങ്ങൾ റായിന എന്ന് പറയരുത്, പകരം നിങ്ങൾ ഉൻദുർന എന്ന് പറഞ്ഞാൽ മതി. കേൾക്കുകയും ചെയ്യണം, കാഫിരീങ്ങൾക്ക് ഭീകരമായ ശിക്ഷയുണ്ട്. ഇത് മറ്റൊരു കോമഡിയാണ്. മുഹമ്മദിൻ്റെ ദൈവം മുഹമ്മദിൻ്റെ കൈവിരലുകളിൽ മുഹമ്മദ് പ്രോംപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുഹമ്മദിൻ്റെ വികാരവിചാരങ്ങളെ പുറത്തേക്ക് പറയുന്ന ഒരു തോൽപ്പാവ മാത്രമായിരുന്നു എന്നതിന് ഖുർആനിലുള്ള അനേകം തെളിവുകളിൽ വ്യക്തമായ ഒരു തെളിവാണ് ഈ ചീളുകേസ്. ഇതിവിടെ മാത്രമല്ല, ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ബാലിശമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെയുള്ള മറ്റൊരു വാക്യം 4ാം അധ്യായത്തിലെ അന്നിസാ എന്ന അധ്യായത്തിലെ 46ാമത്തെ വാക്യമാണ് ഇത്. യഹൂദരിൽപ്പെട്ടവരത്രേ ആ വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് ഉപയോഗിക്കുന്നു. തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും സമീന വ അസൈന എന്നും ഇസ്മ ഗൈറ മുസ്മ എന്നും റായിന എന്നും അവർ പറയുന്നു. സമീന വ അതൈന, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും, ഇസ്മ കേൾക്കണേ എന്നും, ഉൻദുർന ഞങ്ങളെ ഗൗനിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതുമാകുമായിരുന്നു. പക്ഷേ അള്ളാഹു അവരുടെ നിഷേധം കാരണമായി അവരെ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല, ചുരുക്കത്തിലല്ലാതെ. ഇതാണ് 4ാം അധ്യായത്തിലെ 46ാം വാക്യത്തിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നത്. ഇവിടെ റായിന എന്ന് പറയരുത്, ഉൻദുർന എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നത്. അതിൻ്റെ സന്ദർഭ വിവരണങ്ങൾ വായിച്ചാൽ നല്ല കോമഡിയാണ്. വാഹിദി തഫ്സീറിൽ അതിൻ്റെ സന്ദർഭം കൊടുത്തിട്ടുണ്ട്. മറ്റു തഫ്സീറുകളിൽ ചിലതിലും ഈ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്.
This is because the Arabs used to employ this expression ra'ina. So when the Jews heard them using it with the Prophet, they liked it. This same expression in the parlance of the Jews had the connotation of vile, abusive language. They said, before we used to abuse Muhammad secretly, now you can abuse him openly because this expression is used in their speech. Therefore, they used to come to Allah's Prophet and say, O Muhammad, Ra'ina, and they would laugh. A man from the helpers, Sa'id bin Ubadah, who understood well the language of the Jews, understood the reason. He said to them, O enemies of Allah, may Allah curse be on you. By him in whose hands in Muhammad's souls, I will cut the head of any man of you who utters this expression. They objected, saying, but do you not use the same expression with him? And therefore Allah revealed. ഇതാണ് പശ്ചാത്തലം. ഈ റായിന എന്ന് മുഹമ്മദിനെ കണ്ട് സംസാരിക്കാൻ വരുന്ന ആളുകൾ നമ്മൾ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുമോ എന്നൊക്കെ പറയുന്നത് പോലെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. റായിന എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് അറബി ഭാഷയിൽ. അതനുസരിച്ച് മുഹമ്മദുമായിട്ട് സംസാരിക്കാൻ വന്നിരുന്ന ആളുകൾ, മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും റായിന റായിന എന്ന് പറയും. ഇത് ദൂരെ നിന്ന് കേൾക്കുന്ന ജൂതന്മാരിങ്ങനെ ഒളിഞ്ഞിരുന്ന് ചിരിക്കാറുണ്ട്. കാരണം ജൂതന്മാരുടെ ഹീബ്രു ഭാഷയിൽ ഈ റായിന എന്ന വാക്കിന് അർത്ഥം വളരെ മോശമാണ്. എടോ പൊട്ട അല്ലെങ്കിൽ എടോ വിഡ്ഢി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അതിൻ്റെ അർത്ഥം. അപ്പോൾ മുഹമ്മദിൻ്റെ ആൾക്കാർ മുഹമ്മദിനെ വിഡ്ഢി എന്ന് വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ മാറി നിന്ന് ഈ ജൂതർ ചിരിക്കാറുണ്ട്. അത് എന്താണ് അവർ ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ അവരും മുഹമ്മദിനോട് സംസാരിക്കാൻ വരുമ്പോൾ അതേ വാക്ക് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനോട് സംസാരം തുടങ്ങും, റായിന എന്ന് പറഞ്ഞിട്ട്. അത് പറയുമ്പോൾ തന്നെ അവരെ കൂടെ ഉള്ളവർ പൊത്തിച്ചിരിക്കാനും തുടങ്ങും. അങ്ങനെ ഒരാൾ, സയ്യിദ് ബിൻ ഉബാദ എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഗുട്ടൻസ് അറിയാമായിരുന്നു. അയാൾ ഇങ്ങനെ ജൂതന്മാർ വന്നിട്ട് മുഹമ്മദിനോട് റായിന എന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് ചൂടാകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മളിതിൽ വായിച്ചത്. എൻ്റെ തല ഞങ്ങൾ വെട്ടു, ഇനി മേലാൽ അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സയ്യിദ് ബിൻ ഉബാദയ്ക്ക് ജൂതന്മാരുടെ ഭാഷ അറിയാമായിരുന്നു. ഈ റായിന എന്ന വാക്കിനുള്ള ദ്വയാർത്ഥം, അതിന് ജൂതന്മാർ കൽപ്പിക്കുന്ന പരിഹാസ അർത്ഥം അറിയാമായിരുന്നു. അപ്പോൾ അവർ ചിരിക്കുന്നത് ഈ പരിഹാസം മുന്നിൽ വെച്ചിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇയാൾ അവരെ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ജൂതന്മാർ ഇയാളോട് മറുപടിയായിട്ട് പറയുകയാണ്, അപ്പോൾ നിങ്ങളല്ലേ അത് പറയുന്നത്, നിങ്ങൾ റായിന റായിന എന്ന് വിളിക്കുന്നതിന് കുറ്റമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കാര്യം മുഹമ്മദിന് പിടികിട്ടുന്നത്. കാരണം ഈ വഴക്കൊക്കെ ഉണ്ടായ കാര്യങ്ങൾ മുഹമ്മദിനോട് ചെന്ന് ഇയാൾ പറഞ്ഞപ്പോഴാണ് ഈ റായിന റായിന എന്ന വാക്കിൽ ഇങ്ങനെ ഒരു പരിഹാസമുണ്ട് എന്ന കാര്യം മുഹമ്മദ് അറിയുന്നത്. മുഹമ്മദ് അറിഞ്ഞ ഉടനെ മുഹമ്മദിൻ്റെ അള്ളാഹു ചാടിയിട്ട് ഇറക്കിയ ആയത്താണ് ഇത്. എന്താണ്? മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങൾ നബിയോട് റായിന റായിന എന്ന് പറയരുത്, പകരം ഉൽദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്താൽ മതി. ഇപ്പോൾ ഉൽദുർല എന്ന വാക്കിന് ഇതേ അർത്ഥമാണ്, പക്ഷേ അതിന് ദ്വയാർത്ഥമില്ല. അതുകൊണ്ട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ് മുസ്ലിങ്ങളോട്, നിങ്ങളിനി ഈ നിങ്ങളെ പരിഹസിക്കാനിടയാവുന്ന ഈ വാക്ക് പറയേണ്ട, മറ്റേ വാക്ക് പറഞ്ഞാൽ മതി. ഇതാണ് സന്ദർഭം. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ വായിച്ച 4-ാം അധ്യായത്തിലെ 46-ാം വാക്യത്തിലും ഉള്ളത്. അവിടെയും ജൂതന്മാർ മുഹമ്മദിനെ ഇതുപോലെ ചില ആക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ ചില ഭാഷയൊക്കെ ഉപയോഗിച്ച് പരിഹസിക്കാറുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങൾ മറ്റവർക്ക് തിരിയാതെ പോവുകയാണെങ്കിൽ അതങ്ങനെ പോകും. പക്ഷേ അവർക്ക് മനസ്സിലായാൽ അവർ ജൂതന്മാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതൊക്കെ കേട്ടും കണ്ടും മനസ്സിലാക്കിയ മുഹമ്മദിന് ആ വാക്ക് വിളിക്കുമ്പോൾ അപകർഷതാബോധം തോന്നി. അങ്ങനെ മുഹമ്മദ് വെച്ച് കാച്ചിയതാണ് ഈ വെളിപാട്. ജൂതന്മാർ വേറെയും അതുപോലെയുള്ള സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചിരുന്നതായിട്ട് ഹദീസുകളിലൊക്കെ കാണാം. ഒരിക്കൽ കുറച്ച് ജൂതന്മാർ നബിയെ കാണാൻ വന്നു. അവർ കയറി വന്നപ്പോൾ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നബിയന് മടക്കി സലാം പറഞ്ഞു. പിന്നെ അവർ പോയ ശേഷം ആയിഷ നബിയോട് ചോദിക്കുന്നുണ്ട്, അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ച്. എന്താണ്? അവർ നിങ്ങൾ ചത്തുപോട്ടെ എന്നാണല്ലോ പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്തുപോട്ടെ എന്നാണ് അർത്ഥം. പക്ഷേ പെട്ടെന്ന് അസ്സലാമു അലൈക്കും ആണോ അസ്സലാമു അലൈക്കും എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ
നബി ആയിഷയോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞത് നീ കേട്ടോ, ഞാൻ വഅലൈക്കും മുസ്സലാം എന്നല്ല പറഞ്ഞത്, ഞാൻ വഅലൈക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരെന്താണോ ഇങ്ങോട്ട് ആശംസിച്ചത് അത് തന്നെയാണ് ഞാനും തിരിച്ചാശംസിച്ചത് എന്ന് നബി ആയിഷയോട് പറയുന്നതായിട്ട് ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ജൂതന്മാർ കിട്ടുന്ന അവസരത്തിലൊക്കെ ഇദ്ദേഹത്തെ പരിഹസിക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മുഹമ്മദിൻ്റെ മനസ്സിലിങ്ങനെ കറ പിടിച്ച് കിടക്കുകയാണ്. അത്തരം നിസ്സാരമായ ചീള് കേസ് പോലും ഈ അധിക്ഷേപ പ്രസംഗത്തിൻ്റെ ഇടയിൽ മുഹമ്മദ് വെളിപാടായിട്ട് ഇറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ പ്രപഞ്ചത്തിൽ ജനിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരാശിക്കും ലോകാവസാനം വരെ ധാർമ്മികത എന്തെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകാശത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ലൗഹുൽ മഹ്ഫൂദ് എന്ന അമ്മിടി വലിയ കിതാബിൽ നിന്ന് ജിബ്രീൽ താഴോട്ടിറക്കിക്കൊണ്ടുവന്നു എന്നൊക്കെ തള്ളുന്ന ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ നിലവാരം പരിശോധിക്കും. എന്നിട്ട് ഇത് ഒരു ദൈവം പറഞ്ഞതാണോ? ഒരു ദൈവം തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെക്കുറിച്ച് പെറുക്കിയെടുക്കാവുന്ന ചീളുകേസ് മുഴുവൻ പെറുക്കിയെടുത്തിട്ട് അവരെ ചീത്ത വിളിക്കുമോ? അതോ മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ്റെ അല്പബുദ്ധിയിൽ നിന്ന് അയാളുടെ വിചാരങ്ങളും അയാളുടെ കോംപ്ലക്സുകളും ഒക്കെ അനുസരിച്ച് അപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞ വിഡ്ഢിത്തങ്ങളാണോ ഇത്? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കാൻ പറ്റിയ ഒരു ഖുർആൻ വാക്യമാണ് ഇത്. ഇതുപോലെ ഒരുപാട് കോമഡികൾ ഖുർആനിൽ ഇനിയും വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചീള് കേസ് മുഹമ്മദിനെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നത് വന്നാൽ അപ്പോൾ അള്ളാഹു ചാടിക്കുടഞ്ഞ് മുഹമ്മദിന് വേണ്ടിയിട്ട് വെളിപാടിറക്കുന്നതാണ് നമ്മൾ ഖുർആനിൽ കാണുന്നത്. അടുത്ത വാക്യം 105. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹിദൈവാരാധകന്മാരിലും പെട്ട കാഫറുകൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. ഇവിടെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുശുമ്പ് കുത്തുന്ന വർത്തമാനമാണ് ഈ പറയുന്നത്. എന്താണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം? വാഹിദിയുടെ തഫ്സീറിൽ ആ സന്ദർഭം കൊടുത്തിട്ടുണ്ട്. ദ കമൻറ്റേറ്റേഴ്സ് ഓഫ് ദ ഖുർആൻ സെറ്റ്, whenever the Muslims said to their allies from amongst the Jews, believe in Muhammad, they would say, this to which you are inviting us is not better than what we have. We only wish it was better. Allah revealed this verse to give them the light. ഇതാണ്. അപ്പോൾ ഈ ജൂതന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പോയിട്ട് നിങ്ങൾ നമ്മളെ മതത്തിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്തുള്ളതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ അടുത്തുള്ളത്, അത് അതിനേക്കാളും തല്ലിപ്പൊളിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുറന്തള്ളി. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒന്നും പറയാനില്ലാഞ്ഞിട്ട് കുശുമ്പ് കുത്തി പറഞ്ഞതാണ് ഈ വാക്യം. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നും വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെട്ടാൽ വേദക്കാരും ബഹുദൈവാരാധകന്മാരും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാചകം. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്നതാണോ? ഒരു ദൈവം വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ മാത്രം എന്തെങ്കിലും വാല്യൂ ഉള്ളതാണോ എന്ന് ചിന്തിക്കുക. 106-ാമത്തെ വാക്യം. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന്. ഇതാണ് ഖുർആനിലെ മറ്റൊരു യമണ്ടൻ കോമഡി. ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമാണോ അതോ മുഹമ്മദിൻ്റെ പുസ്തകമാണോ എന്നതിന് ഇതിൽ പരം ഒരു തെളിവ് വേറെ വേണ്ട. അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നാണ് ഈ വാക്യത്തിൽ അവസാനം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്. അള്ളാഹുവിന് ഒരു ചുക്കിനും കഴിവില്ല എന്ന് ഇവിടെ വ്യക്തമാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് മണ്ടത്തരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അത് വെട്ടിത്തിരുത്തി വേറൊന്ന് പറയേണ്ടി വരിക എന്നത് എല്ലാത്തിനും കഴിവുള്ള ഒരു ദൈവത്തിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇവിടെ എന്താ സംഭവം? നസ്ഖ് എന്ന് പറയുന്ന കോമഡിയാണ് ഇവിടെ വിഷയം. ഖുർആനിൽ ഒരുപാട് വെളിപാടുകൾ ഇറങ്ങിയതിന് ശേഷം പ്രായോഗികമല്ല എന്നും മണ്ടത്തരമാണ് എന്നും ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷം അത് വെട്ടിത്തിരുത്തി പകരം വേറെ ഇറക്കിയ ഒരുപാട് കോമഡികളുണ്ട്. സർവജ്ഞാനിയായ ഒരു പടച്ചോൻ ലോകം പടക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ
വെട്ടലും മായ്ക്കലും തിരുത്തലും ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു കോമഡി വേറെന്താ ഉള്ളത്? ഇത് ഇങ്ങനൊരു വാക്യം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് വെട്ടിത്തിരുത്തി എന്ന് പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരാണ്. വെട്ടിത്തിരുത്തിയത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അന്തസ്സുണ്ടായിരുന്നു. ഈ വെട്ടിത്തിരുത്തിയതിനെക്കുറിച്ച് അന്നത്തെ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ തന്നെ വളരെയധികം പരിഹസിച്ചിട്ടുണ്ട്. ജൂതന്മാരും കൂടി പരിഹസിച്ചിട്ടുണ്ട്. വെട്ടിത്തിരുത്തലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ ഖുർആൻ ദഅ്വക്കാർ പറയുന്ന ഒരു സൂത്രമുണ്ട്. ഖുർആനിലെ വെട്ടിത്തിരുത്തലെല്ലാം ചില കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് മദ്യനിരോധനം ഒരു ഉദാഹരണമായിട്ടാണ് കൊണ്ടുവരുവർ. മദ്യനിരോധനം തന്നെ അതിന് പറ്റിയ ഉദാഹരണമല്ല. ഖുർആനിലെ മദ്യനിരോധനത്തിന് 2-3 ഘട്ടങ്ങൾ വന്നത് പ്ലാൻ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചതാണെന്ന് പറയുന്നത് തന്നെ ചരിത്രവിരുദ്ധമാണ്. മദ്യത്തിനെക്കുറിച്ച് 2-3 സന്ദർഭങ്ങളിൽ ആ സന്ദർഭത്തിനനുസരിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞു, അത് പരസ്പര വിരുദ്ധമായി മാറി എന്നല്ലാതെ അത് ഘട്ടം ഘട്ടമായി നിരോധിച്ചു എന്ന് പറയുന്ന അവകാശവാദത്തിനും കഴമ്പൊന്നുമില്ല. ഇനി അത് അംഗീകരിച്ചാൽ തന്നെ ഖുർആനിലെ നസ്ഖ് എന്ന് പറയുന്നത് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളിൽ അല്ല പ്രധാനമായിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ മണ്ടത്തരം പറയുകയും മണ്ടത്തരം പ്രായോഗികമായി പരാജയമാണെന്നും നടക്കില്ല എന്നും ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ മണ്ടത്തരം തിരുത്തിയ നിരവധി ഉദാഹരണങ്ങൾ മക്കയിൽ ആദ്യകാലം തൊട്ട് മദീനയിൽ അവസാന കാലം വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ കണ്ടിട്ടാണ് മക്കക്കാരും ജൂതന്മാരും മുഹമ്മദിനെ കളിയാക്കിയത്. ഇതിൻ്റെ സന്ദർഭം വാഹിദി തഫ്സീറിൽ പറയുന്നുണ്ട്. ഇതാണ് സന്ദർഭം ഇങ്ങനെയാണ്. ദ കമൻറ്റേറ്റേഴ്സ് ഓഫ് ദി ഖുർആൻ സെറ്റ്, ദ ഐഡോലേറ്റേഴ്സ് സെറ്റ്, ഡു യു നോട്ട് സീ ദാറ്റ് മുഹമ്മദ് കമാൻഡ്സ് ഹിസ് കമ്പാനിയൻസ് വിത്ത് സംതിങ് ആൻഡ് ദെൻ ഫോർബിഡ് ദം ഫ്രം ദ സെയിം ആൻഡ് കമാൻഡ്സ് ദം ടു ദി എക്സാക്ട് ഓപ്പോസിറ്റ്. One day he says something and the following day he retracts. This Quran is nothing but the speech of Muhammad who was invented it. It is a speech that contradicts itself. Allah therefore revealed this verse. അപ്പോൾ വളരെ കൃത്യമായിട്ട് അന്നത്തെ മുശ്രിക്കുകൾ, മക്കയിൽ നടന്ന സംഭവമാണിത്, മക്കയിലെ മുശ്രിക്കുകൾ കൃത്യമായിട്ട് മുഹമ്മദിൻ്റെ ഉഡായിപ്പ് മനസ്സിലാക്കിയിരുന്നു. കാരണം മുഹമ്മദ് മക്കയിൽ ആദ്യമൊക്കെ ഇതുപോലെ വെട്ടിത്തിരുത്തിയ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടും അബദ്ധം തിരുത്തൽ തന്നെയായിരുന്നു, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം തിരുത്തിയ ഒരു ഖുർആൻ വാക്യത്തെക്കുറിച്ച് പറയുന്നത്, മുഹമ്മദ് ആദ്യം കൂടെ ഉണ്ടായിരുന്നവരോട് രാത്രി നേരം പുലരുവോളം നിന്ന് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ മുഹമ്മദിൻ്റെ കൂടെ രാത്രി ഉറക്കമൊഴിച്ച് നേരം വെളുക്കോളം നിന്നിട്ട് ഖുർആൻ ഓതുകയും നിന്ന് നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരിൽ പലർക്കും കാലിൻ്റെ നീര് കെട്ടുകയും ഉറക്കം പോയതുകൊണ്ട് പിറ്റേന്ന് പണിക്ക് പോകാൻ പറ്റാതാവുകയും അങ്ങനെ അവരാകെ ബുദ്ധിമുട്ടുകയും ചെയ്തപ്പോൾ അവർ തന്നെ വന്നിട്ട് മുഹമ്മദിനോട് പരാതി പറഞ്ഞു, ഇത് ശരിയാവില്ല, രാത്രി ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ടൊന്നും നിസ്കാരം ഓത്തൊന്നും ശരിയാവില്ല, അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മണ്ടത്തരം മുഹമ്മദ് തിരുത്തി. എന്നാൽ പിന്നെ കുറച്ച് സമയമൊക്കെ ചെയ്താൽ മതി, പറ്റും പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് തിരുത്തി വേറെ ആയത്തിറക്കി. ഇതാണ് മക്കയിൽ ആദ്യം വരുന്ന ഒരു നസ്ഖ്, തിരുത്തൽ, വെട്ടിത്തിരുത്തൽ. അത് കൃത്യമായിട്ടും ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. കാരണം പ്രായോഗികമല്ല എന്ന്, അബദ്ധമാണ് എന്ന് മനസ്സിലായപ്പോൾ ആദ്യം പറഞ്ഞ മണ്ടത്തരം തിരുത്തി അത് പിന്നെ മെച്ചപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ നസ്ഖ്. ഇങ്ങനെയുള്ള നസ്ഖ് വന്നപ്പോഴാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ മുഹമ്മദിനെ ഇതേ രീതിയിൽ കളിയാക്കി. മുഹമ്മദ് ഒരു ദിവസം ഒന്ന് പറയും, പിറ്റേന്ന് അത് വെട്ടിത്തിരുത്തി വേറൊന്ന് പറയുന്നു. ഇതൊക്കെ മുഹമ്മദിൻ്റെ ബടായികളല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ വെളിപാടുകൾ മുഴുവൻ കോൺട്രഡിക്ഷനാണ്, പരസ്പര വിരുദ്ധമാണ് എന്ന് ഈ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആദ്യകാലത്ത് തന്നെ പറഞ്ഞു. അതിനുള്ള മറുപടി പറഞ്ഞതാണെങ്കിൽ അതിനേക്കാളും വലിയ മണ്ടത്തരമായിട്ട് ഖുർആനിൽ ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. ഇതിന് മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ ഇത്രയും നാണക്കേടുണ്ടായിരുന്നില്ല. എന്താണ് മറുപടി? വല്ല ആയത്തും നാം വെട്ടിത്തിരുത്തുകയോ മറപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമോ അതിന് തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു മണ്ടത്തരം ചെയ്യേണ്ട കാര്യമില്ല. ഏതാണോ പ്രായോഗികമായിട്ടുള്ളത്, ഏതാണോ മെച്ചപ്പെട്ടത്, അത് ആദ്യം പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം മെച്ചപ്പെട്ടത് പറയാതെ മോശം പറഞ്ഞിട്ട് പിന്നെ പ്രായോഗികമായി അത് മെച്ചമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് തിരുത്തി പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ സർവജ്ഞാനിയല്ല, അയാൾ എല്ലാത്തിനും കഴിവുള്ള ആളുമല്ല, അയാൾ ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റേതായ എല്ലാ പരിമിതികളുള്ള ഒരാളാണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല
ഇവിടെ പറയുന്ന വേറൊരു മണ്ടത്തരം, വല്ല ആയത്തും ഞാൻ ദുർബലപ്പെടുത്തുകയോ വിസ്മരിപ്പിക്കുകയോ ചെയ്താലെന്നാണ്. എന്തിനാണ് അള്ളാഹു മനുഷ്യന്മാർക്ക് ഇറക്കിയ വേദഗ്രന്ഥത്തിലെ ആയത്തുകൾ മനുഷ്യന്മാരെ കൊണ്ട് വിസ്മരിപ്പിക്കുന്നത്? അപ്പോൾ അത് അള്ളാഹുവിൻ്റെ കഴിവുകേടല്ലേ? അങ്ങനെ വിസ്മരിപ്പിച്ച് കളഞ്ഞിട്ടും അങ്ങനെ തിരുത്തി നന്നാക്കിയിട്ടും ഒക്കെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണോ ഒരു ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്? അപ്പോൾ ഈ മറുപടി പറഞ്ഞ മണ്ടത്തരങ്ങളെക്കാൾ, വെട്ടിത്തിരുത്തിയ മണ്ടത്തരങ്ങളെക്കാൾ ഭീകരമായ മരമണ്ടത്തരമായിട്ട് ഈ മറുപടി ഖുർആനിൽ കിടക്കുന്നു. തലക്ക് വെളിവുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള മറുപടി പറയുമോ? അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ഇതിനേക്കാളും അന്തസ്സ്. എന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന്. അള്ളാഹു ഒരു കാര്യത്തിനും കഴിവുള്ളവനല്ല എന്ന് തെളിയിക്കുന്നൊരു കാര്യം പറഞ്ഞിട്ടും അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ വൈരുദ്ധ്യമാണ് വരുന്നത് എന്നർത്ഥം. ഇതാണ് ഖുർആനിലെ നസ്ഖിൻ്റെ കോമഡി. നസ്ഖിൻ്റെ ഒരുപാട് കോമഡി ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ വേണേൽ പറയാം. മദീനയിലായിരുന്ന സമയത്ത് മുഹമ്മദിന് അധികാരമൊക്കെ കിട്ടിയ സമയത്ത് മുഹമ്മദിനെ സന്ദർശിക്കാൻ ആളുകൾ വരുമായിരുന്നു, ഓരോ കാര്യം പറഞ്ഞുകൊണ്ട്. അങ്ങനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ ഫീസ് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി മുഹമ്മദ് ഒരായത്തിറക്കി. സന്ദർശിക്കാൻ വരുന്നവരൊക്കെ എന്തെങ്കിലും പാരിതോഷികം ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആയത്തിറക്കി. ആ ആയത്തിറക്കിയപ്പോൾ സന്ദർശകരൊന്നും വരാതായി. മാത്രമല്ല, മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അലി, മുഹമ്മദിൻ്റെ സ്വന്തം സഹോദരനും മരുമകനുമായിരുന്ന അലി മുഹമ്മദിൻ്റെ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ കുറച്ച് പൈസ ചില്ലറാക്കി വെച്ചിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ ഈ പൈസ കൊണ്ട് വെച്ച് കൊടുക്കാൻ തുടങ്ങി. കാരണം അള്ളാഹ് പറഞ്ഞതാണല്ലോ മുഹമ്മദിനെ സന്ദർശിക്കാൻ വരുമ്പോൾ കാശ് കൊടുക്കണം. അങ്ങനെ അലി തന്നെ, സ്വന്തം വീട്ടിലുള്ള അലി തന്നെ കയറി വരികയും പൈസ കൊടുക്കുകയും നാട്ടുകാർ കാണാൻ വരാതാവുകയും ചെയ്തപ്പോൾ പറഞ്ഞത് അബദ്ധമാണ് എന്ന് കൃത്യമായിട്ട് മുഹമ്മദിന് മനസ്സിലായി. മുഹമ്മദ് 1-2 ദിവസം കഴിഞ്ഞ്, അധിക ദിവസം ഉണ്ടായിട്ടില്ല, 1-2 ദിവസം കഴിഞ്ഞ് ആ ആയത്ത് വെട്ടി തിരുത്തിക്കൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ഫീസൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആയത്തിറക്കി. അലി ആ ആയത്തിനെക്കുറിച്ച് പറയുന്നത്, അള്ളാഹ് ഒരായത്തിറക്കി, അത് ഞാൻ മാത്രം പ്രായോഗികമാക്കി, പിന്നെ അത് അള്ളാഹ് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അലിക്ക് 2 ദിവസം മുഹമ്മദിനെ പരിഹസിക്കാൻ വേണ്ടിയാണ്. അലി കാശ് കൊടുത്തത് ഇത് പരിഹാസ്യമാണ് എന്ന് മൂപ്പരെ ബോധ്യപ്പെടുത്താനാണ്. ഉറപ്പാണ് ആ കാര്യം. ഇത് പ്രായോഗികമല്ല, പരിഹാസ്യമാണ്, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നേരിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അള്ളാഹ് ഇറക്കിയ ആയത്തില്ലേ. അപ്പോൾ നേരിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അലി ചെയ്ത ഒരു നാടകമാണ് പൈസ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അലി പൈസ കൊടുക്കുകയും നാട്ടുകാർ വരാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അങ്ങനെ അബദ്ധം തിരുത്തി എന്ന് പറയുന്ന കോമഡി ഖുർആനിലുണ്ട്. ഇനി അതിനേക്കാളും വലിയ കോമഡി നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്ത വേറൊരു കോമഡിയാണ് വ്യഭിചാരത്തിന് എന്ത് ശിക്ഷ എന്ന് വിധിക്കുന്നിടത്ത് മുഹമ്മദിനുണ്ടായ കൺഫ്യൂഷൻ. ആദ്യം പറഞ്ഞു, നിങ്ങൾ അവരെ തടവിലാക്കി വെക്ക്, അള്ളാഹ് ഒരു തീരുമാനം എടുക്കട്ടെ, അതുവരെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. നോക്കണം, അള്ളാഹ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളും ചട്ടങ്ങളും വിധിവിലക്കുകളും ഒക്കെ റെഡിമെയ്ഡ് റെക്കണറായിട്ട് ഇറക്കിയ കിതാബാണ് ഖുർആൻ. ആ ഖുർആനിൽ പറയുകയാണ് അള്ളാഹ് ഒരു തീരുമാനം എടുക്കട്ടെ, അതുവരെ ഞങ്ങളവിടെ വെക്കുകയും. അത് അള്ളാഹ് പറയേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹ് ഒരു തീരുമാനം എടുക്കട്ടെ, നിങ്ങളവിടെ തടവിൽ വെക്കുന്നു. വ്യഭിചാരം ചെയ്ത പെണ്ണിനെ വീട്ടു തടവിൽ കെട്ടിയിടുകയും അള്ളാഹ് ഒരു തീരുമാനം എടുക്കട്ടെ എന്ന്. എന്നിട്ട് പിന്നെ അള്ളാഹ് തീരുമാനം എടുക്കാൻ പോയി വന്നിട്ട് അള്ളാഹ് പിന്നെ വേറെ പറഞ്ഞു, ചാട്ടവാറുകൊണ്ട് അടിക്കാൻ പറഞ്ഞു. പിന്നെ അള്ളാഹ്ക്ക് തോന്നി അതും വേണ്ട, പിന്നെ പറഞ്ഞു അവഹേളിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 തരം ശിക്ഷകൾ പരസ്പര വിരുദ്ധമായിട്ട് ഈ വ്യഭിചാരത്തിന് പറഞ്ഞു. ഏറ്റവും അവസാനം അതൊക്കെ വെട്ടി തിരുത്തിയിട്ട് വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലാനുള്ള ആയത്ത് ഇറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത് ഖുർആനിൽ? ഇവിടെ എന്താ പറഞ്ഞത്? ഒന്ന് ഞാൻ തിരുത്തി ഇറക്കിയാൽ ആദ്യം ഇറക്കിയതിനേക്കാളും മെച്ചപ്പെട്ടതോ തുല്യമോ ആയിരിക്കും എന്നാണ്. അങ്ങനെ മെച്ചപ്പെട്ടത് ഇറക്കിയതായിരുന്നു എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആയത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആദ്യം ഇറക്കിയ തല്ലിപ്പൊളി ആയത്തുകൾ, അതായത് നസ്ഖ് ചെയ്യപ്പെട്ട, ക്യാൻസൽ ചെയ്യപ്പെട്ട 3 ആയത്തുകളും ഖുർആനിൽ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ട്. അതിനേക്കാളും മെച്ചപ്പെട്ടത് അതിന് പകരം ഇറക്കിയ ഒടുക്കത്തെ ആയത്ത് ആട് നിന്നതുകൊണ്ട് ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ആയത്തിറക്കലിൻ്റെ മഹിമ കിടക്കുന്നത്. ഇതാണ് ഖുർആനിലെ നസ്ഖിൻ്റെ കോമഡി എന്ന് പറയുന്നത്. ഖുർആനിലെ ഈ നസ്ഖ് മാത്രം മതി ഈ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ ഈ വെളിപാടുകൾ ഇറക്കിയത് മനുഷ്യനാണോ ദൈവമാണോ എന്ന് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിക്കാം. 107-ാമത്തെ ആയത്ത്, നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശഭൂമികളുടെ ആധിപത്യമെന്നും നിങ്ങൾക്ക് അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനും സഹായിയും ഇല്ലെന്നും. 108, മുമ്പ് മൂസായോട് ചോദിക്കപ്പെട്ടതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ റസൂലിനോടും ചോദിക്കുവാനോ
നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധത്തെ സ്വീകരിക്കുന്നവരാരോ അവർ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. ഇത് മറ്റൊരു കോമഡിയാണ്. ഇതേപോലുള്ള വാക്യങ്ങൾ വേറെയുണ്ട്. 5-ാം അധ്യായത്തിലെ 101-ാമത്തെ വാക്യം നോക്കുക. വിശ്വാസികളെ, ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസമുണ്ടാക്കും. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അള്ളാഹു മാപ്പു നൽകിയിരിക്കുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. ഈ 2 വാക്യങ്ങളിലും മുഹമ്മദിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നാണ് പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് ഈ 5:101 പശ്ചാത്തലമായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സബബുൻ നുസൂൽ ഇങ്ങനെയാണ്. സം പീപ്പിൾ യൂസ് ടു പുട്ട് ക്വസ്റ്റ്യൻസ് ടു ദ പ്രോഫറ്റ് ടു മോക്ക് ഹിം. വൺ വുഡ് ആസ്ക് ഹിം, ഹൂ ഈസ് മൈ ഫാദർ? ആൻഡ് അനദർ, who has lost his camel, where is my camel? And so Allah revealed about them this verse. അപ്പോൾ മുഹമ്മദ് സർവജ്ഞാനം നടിക്കുകയും അള്ളാഹു എന്ന് പറയുന്ന ദൈവം തനിക്ക് എല്ലാ അദൃശ്യജ്ഞാനവും തരുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി ചില ആൾക്കാർ, ഒട്ടകം കാണാതായ ചില ആൾക്കാർ, എൻ്റെ ഒട്ടകം എവിടെ ഉണ്ട് എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പിന്നെ ചിലർക്ക് സ്വന്തം ബാപ്പ ആരാണെന്ന് അറിയാത്ത ചില ആൾക്കാരുണ്ട്, അവരിൻ്റെ ബാപ്പ ആരാണ് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മുഹമ്മദിനെ മോക്ക് ചെയ്തിരുന്നു, കളിയാക്കിയിരുന്നു. ആ സന്ദർഭത്തിലാണ് നിങ്ങളിങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ 2 ആയത്തുകളും ഇറങ്ങിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വാഹിദി തഫ്സീറിൽ തന്നെ മറ്റൊരു സന്ദർഭം കൂടെ പറയുന്നുണ്ട്. വെൻ ദ വേഴ്സ് 3:97 ആൻഡ് പിൽഗ്രിമേജ് ടു ദ ഹൗസ് എ ഡ്യൂട്ടി ആൻഡ് ടു അല്ലാഹ് ഫോർ മാൻ കെയിൻ, അങ്ങനെ കായബയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യണം എന്ന് പറയുന്ന ആ ആയത്ത് ഇറങ്ങിയ സമയത്ത് പീപ്പിൾ ആസ്ക്ഡ്, ഓ മുഹമ്മദ് ഓഫ് അല്ലാ, ഈസ് ഇറ്റ് എവറി ഇയർ? ഹി ഡിഡ് നോട്ട് ആൻസർ. ബട്ട് ദേ ആസ്ക്ഡ് ഹിം അഗെയിൻ, ഈസ് ഇറ്റ് എവറി ഇയർ? ഹി കെപ്റ്റ് സൈലൻറ്റ്. വെൻ ദേ ആസ്ക്ഡ് ഹിം ദ 4th time he said no, but if I said yes, it would have been incumbent upon you to go to pilgrimage every year. Following this, Allah revealed this verse. അതായത് ചില കാര്യങ്ങൾ, നേരത്തെ മൂസയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തല്ലോ, ചില കാര്യങ്ങൾ, ചില ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ആളുകൾ ചോദിച്ചു. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാ കൊല്ലം പോകണോ എന്ന് ചില ആൾക്കാർ ചോദിച്ചു. അതിനാദ്യം മുഹമ്മദ് ഉത്തരം പറഞ്ഞില്ല, രണ്ടാമതും ഉത്തരം പറഞ്ഞില്ല, മൂന്നാമതും പറഞ്ഞില്ല. പിന്നെ അവസാനം മുഹമ്മദ് പറഞ്ഞ് തൽക്കാലം വേണ്ട, പക്ഷേ നിങ്ങളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ യെസ് പറയും. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടാവും, അപ്പോൾ നിങ്ങൾ കൊല്ലത്തിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ ഈ 2 ആയത്തുകളിലും പടച്ചോൻ മുഹമ്മദിനോടും നാട്ടുകാരോടും പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. 2 കാര്യത്തിൽ. ഒന്ന്, മുഹമ്മദിൻ്റെ സർവ്വജ്ഞാനവും മുഹമ്മദിൻ്റെ ഉടായിപ്പും പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. 2, നിങ്ങളോട് എന്തെങ്കിലും ഒരു ആചാരമോ എന്തെങ്കിലും കാര്യമോ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. അതൊക്കെ അങ്ങോട്ട് പറയുന്നത് കേട്ട് അനുസരിച്ചാൽ മതി എന്നതാണ് ഇവിടെ മുഹമ്മദിൻ്റെ നയം. ആ നയം അള്ളാഹുവിടെ വെളിപാടായിട്ട് ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവമാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ആളുകൾ എന്ത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിന് ക്ലിയറായിട്ടുള്ള ഉത്തരം പറയുകയാണ് ദൈവം വേണ്ടത്, അല്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ധാർഷ്ട്യം കാണിക്കുക എന്നത് ഒരു ദൈവത്തിന് ഭൂഷണമായ കാര്യമല്ല, ഒരു ദൈവദൂതനും ഭൂഷണമായ കാര്യമല്ല. പക്ഷേ മുഹമ്മദ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂളിപ്പോയിരുന്നു. മക്കയിൽ മുഹമ്മദ് ജൂതന്മാരുടെയും മുശ്രിക്കുകളുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യനായി വെള്ളം കുടിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മളിതിനകം കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ചോദ്യങ്ങളെ ഭയപ്പെട്ടിരുന്നു. ചോദ്യം ചോദിക്കാതെ താൻ എന്തു പറയുന്നതും അനുസരിക്കുക എന്നൊരു തരത്തിലേക്ക് അനുയായികളെ മാറ്റാൻ ശ്രമിച്ച ഒരു ഏകാധിപതിയായിട്ട് മുഹമ്മദ് പിന്നീട് മാറുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമാണ് ഈ ആയത്തിറക്കൽ. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകളും വന്നിട്ടുണ്ട്. ആ ഹദീസുകളിൽ ചിലതൊക്കെ ഇബ്നു കസീറിനെ പോലെയുള്ള തഫ്സീറുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ ഉദ്ധരിച്ച ഒരു ഭാഗമാണിത്. ദിസ് ആയ മീൻസ് ഇഫ് യു ആസ്ക് അബൌട്ട് എ മാറ്റർ ആഫ്റ്റർ ഇറ്റ് ഈസ് റിവീൽഡ് ഇറ്റ് ഷാൽ ബി ഡ്യൂലി എക്സ്പ്ലെയിൻ ടു യു. ദെയർഫോർ ഡു നോട്ട് ആസ്ക് അബൌട്ട് മാറ്റേഴ്സ് ദാറ്റ് ഹാവ് നോ ഒക്കറൻറ്റ് യെറ്റ്, ഫോർ ദേ മൈറ്റ് ബിക്കം പ്രൊഹിബിറ്റഡ് ഡ്യൂ ടു യുവർ ക്വസ്റ്റ്യൻസ്. ദിസ് ഈസ് വൈ ദ സഹീഹ് നറേറ്റഡ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യം അനുവദനീയമാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹ് അത് അങ്ങോട്ട് നിരോധിച്ചളയും. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ നിങ്ങൾക്കാണ് ഗുണം, അത്തരം നിരോധനങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടാം എന്നാണ് ഈ ഹദീസുകളിലൊക്കെ പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ഒരു വിഡ്ഢിയല്ലേ? ദൈവത്തിനൊരു നിലപാടൊന്നുമില്ലേ? ദൈവം മനുഷ്യരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് നേരത്തെ തീരുമാനിച്ച് ഒരു കിതാബ് ഇറക്കുമ്പോൾ ആൾക്കാരെന്തെങ്കിലും ചോദിച്ചതിനനുസരിച്ച് അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഓരോന്ന് അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിലവാരത്തിന് ചേർന്ന പണിയാണ്. അപ്പോൾ ആരെങ്കിലും ഇന്ന കാര്യം നിരോധിക്കണുണ്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യം അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ ദേഷ്യം പിടിച്ചിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് എന്താണോ അതാണ് ചെയ്യുക. നിരോധിക്കേണ്ടതാണെങ്കിൽ അപ്പാണ് നിരോധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ദൈവം എന്നാണ് മുഹമ്മദ് അനുയായികളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ദൈവം എന്ന ഒരു സങ്കല്പത്തെ മനുഷ്യനേക്കാൾ അധപ്പതിപ്പിച്ച് അവഹേളിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു കസീർ. ദ ഗ്രേറ്റസ്റ്റ് ക്രിമിനൽ എമംഗ് ദ മുസ്ലിംസ് ഈസ് ദ വൺ ഹു ആസ്ക്സ് ഇഫ് എ തിങ് ഈസ് പ്രോഹിബിറ്റഡ് വിച്ച് ഈസ് നോട്ട് പ്രോഹിബിറ്റഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് പ്രോഹിബിറ്റഡ് ബിക്കോസ് ഓഫ് ഹിസ് ആസ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിരോധിച്ചിട്ട് അതിൻ്റെ കൂടെ വേറെ മറ്റേത് നിരോധിക്കുന്നുണ്ടോ എന്ന് ഒരുത്തൻ ചോദിച്ചാൽ ആ ചോദിക്കുന്നവനാണ് മുസ്ലിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ. കാരണം ആ ചോദ്യത്തിലൂടെ അവൻ ആ രണ്ടാമത്തെ കാര്യം കൂടെ നിരോധിക്കാൻ ഇടയാക്കുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു നീതിബോധം, ദൈവത്തിൻ്റെ ഒരു മര്യാദ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കള്ള് നിരോധിക്കുന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അപ്പം പുകവലി നിരോധിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ദേഷ്യം പിടിച്ചിരുന്ന പുകവലി നിരോധിച്ചു എന്ന് പറയുക. അങ്ങനെ ചോദിച്ചിട്ട് എന്നിട്ട് ആ ചോദിച്ചവൻ ക്രിമിനലാണ്, കാരണം ഓൻ ചോദിച്ചതുകൊണ്ടാണ് അതും കൂടെ നിരോധിച്ചത്, അല്ലെങ്കിൽ നമുക്ക് പുകവലിക്കായിരുന്നു എന്ന് പറയുക. ഇതൊക്കെയാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ. ഇനി 109. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. ഇത് ജൂതന്മാർക്കെതിരായിട്ടുള്ള വിരോധം ശത്രുതയായി മാറുകയും ജൂതന്മാരെ കൊന്നൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ തൽക്കാലം ക്ഷമിക്കൂ, അള്ളാഹു ഇപ്പോൾ തീരുമാനമെടുക്കും ഇവരുടെ കാര്യത്തിൽ എന്ന് വിശ്വാസികളോട് പറയുന്ന ഒരു രംഗമാണ്. എന്താണ് ജൂതന്മാരോട് ഇത്രയും ശത്രുത മൂർച്ഛിക്കാനുള്ള കാരണം ഇതിൽ പറയുന്നത്? നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. അതായത് മദീനയിലെത്തിയ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും മുഹമ്മദിന് അഭയം നൽകിയ മദീനക്കാരെയും ഒക്കെ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജൂതന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും അവരുടെ പുരോഹിതന്മാരും ഒക്കെ പല സൂത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. കാരണം മുഹമ്മദ് അവരെ തമ്മിൽ തെറ്റിക്കാനാണ് വന്നിട്ടുള്ളത് എന്നും മുഹമ്മദ് തങ്ങൾക്കൊരു വിനയാകുമെന്ന് ജൂതന്മാർ മണത്തറിഞ്ഞിരുന്നു. അതുകൊണ്ട് പരമാവധി മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെങ്കിൽ തന്നെ മുഹമ്മദുമായിട്ട് തെറ്റിക്കാനും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർ പല തരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. മുഹമ്മദിൻ്റെ മണ്ടത്തരങ്ങളെല്ലാം ഇവരുടെയൊക്കെ മുമ്പിൽ തുറന്നു കാണിച്ചിരുന്നു. അങ്ങനെ തുറന്നു കാണിക്കാൻ വേണ്ടി അവർ കവിതകൾ എഴുതുകയും പാട്ട് പാടുകയും പ്രസംഗിക്കുകയും സംസാരിക്കുകയും ഒക്കെ പല രീതിയും ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അവർ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കിതൊക്കെ ബോധ്യപ്പെട്ടിട്ടും അവർ കരുതിക്കൂട്ടി അസൂയ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ക്ഷമിക്കൂ, അള്ളപ്പോൾ ഒരു തീരുമാനം വരെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങളിപ്പോൾ തൽക്കാലം ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് മദീനക്കാരെ മുഹമ്മദ് അടക്കിയിരുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാൻ്റെ ഉത്തരവ് അധികം താമസിയാതെ വരും, അപ്പോൾ വരെ ശരിപ്പെടുത്താമെന്നുള്ളതിലേക്ക്. ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിക്കാം. ഇബ്നു അബ്ബാസ് പറയുകയാണ്, ദ വേഴ്സ് വാസ് റിവീൽഡ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് ജൂസ് ഹൂ സെഡ് ടു ദ മുസ്ലിംസ് ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് ഉഹുദ്, കുഡ് യു നോട്ട് സീ വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? ഇഫ് യു വർ ട്രൂലി ഫോളോയിങ് ദ ട്രൂത്ത് യു വുഡ് നോട്ട് ഹാവ് ബീൻ ഡിഫീറ്റഡ്. റിവേർട്ട് ദെർഫോർ ടു അവർ റിലീജിയൻ, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ഫോർ യു. നോക്കൂ, ഈ ആയത്തിറങ്ങിയത് ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ് എന്നാണ് ഇതിൻ്റെ ഈ സബബുൻ നുസൂലിൽ പറയുന്നത്. അപ്പോൾ ഉഹുദ് യുദ്ധം നടക്കുന്നത് പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, മുഹമ്മദ് അവിടെ എത്തി കുറേ കഴിഞ്ഞിട്ടാണ്. ആ ഉഹുദ് യുദ്ധത്തിൽ മുഹമ്മദും കൂട്ടരും ദയനീയമായി തോറ്റു. ബദറിൽ 70 പേരെ കൊന്നതിന് കൃത്യം 70 പേരെ പകരം കൊന്ന് മുഹമ്മദിനെ തോൽപ്പിച്ചിട്ട് മക്കക്കാർ പോകുന്നതാണ് ഉഹുദ് യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ്. ആ സമയത്ത് ജൂതന്മാർ ആ അവസരം മുതലെടുത്തുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരോട് പറഞ്ഞതാണ് ഇത്, നിങ്ങൾ ഈ ചങ്ങാതിൻ്റെ കൂടെ കൂടിയതുകൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്, അപ്പോൾ ഇവൻ്റെ മതവും മറ്റുള്ളതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ, അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കൂടെ വന്നോളി, നമ്മളെ മതത്തിലേക്ക് തന്നെ പോന്നോളിയും എന്ന് ജൂതന്മാർ
ഇവരോട് പറഞ്ഞു എന്നും ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇവിടെ സബബുൻ നുസൂലായിട്ട് കൊടുത്തിട്ടുള്ള ഒന്ന്. ഇനി വേറൊന്നും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേ തഫ്സീറിൽ. അതിങ്ങനെയാണ്: അബ്ദുല്ലാ ഇബ്നു കഅബ് ഇബ്നു മാലിക്, his father, who reported that Ka'b ibn Ashraf, the Jews, was a poet who used his poetry to satirize the Prophet and incite the disbelievers of Quraysh against him. The idolaters and Jews of Medina also used to seriously harm the Messenger of Allah and his companions upon their arrival to Medina. Allah commanded his Prophet to endure all that and forgive them, and it is about them that was revealed. ഇത് കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ജൂത നേതാവ് മുഹമ്മദിനെതിരായിട്ട് കവിത ചൊല്ലിക്കൊണ്ടും പാട്ടെഴുതിക്കൊണ്ടുമൊക്കെ മുഹമ്മദിൻ്റെ വിഡ്ഢിത്തങ്ങൾ അവിടെ തുറന്നു കാണിച്ചിരുന്നു, ജൂതന്മാരെയും മദീനക്കാരെയും മുഹമ്മദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സന്ദർഭം കേട്ടറിഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞതാണ് ഈ വാക്യം എന്നാണ്. തൽക്കാലം നിങ്ങൾ ക്ഷമിക്കൂ, അള്ളാഹു ഒരു തീരുമാനം പിന്നെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്യം പറയുന്നത്. കഅബ് ഇബ്നു അഷ്റഫിൻ്റെ കാര്യത്തിൽ പിന്നെ അള്ളാഹു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത് നമ്മൾ ചരിത്രത്തിൽ കണ്ടു. കൊട്ടേഷൻ സംഘത്തെ അയച്ച് ചതി പ്രയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ കഴുത്തറപ്പിക്കുകയാണ് പിന്നീട് മുഹമ്മദ് ചെയ്തത്. മുഹമ്മദിൻ്റെ ഉഡായിപ്പുകൾ തുറന്നു കാണിച്ചു, കവിത ചൊല്ലി പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ കൊട്ടേഷൻ സംഘത്തെ അയച്ച് ചതിയിൽ ആ മനുഷ്യനെ കൊന്ന് അയാളുടെ തല ഹാജരാക്കുന്ന ചിത്രമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് തൽക്കാലങ്ങൾ ക്ഷമിക്കൂ, അള്ള തീരുമാനമെടുക്കും വരെ കാര്യത്തിൽ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന ജൂതഗോത്രങ്ങളെ മുഴുവൻ അള്ള തീരുമാനമെടുത്തതനുസരിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങളോട് തൽക്കാലം നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയാണ്. കാരണം ഈ ജൂതന്മാർ അവിടെ നിലനിന്നാൽ മുഹമ്മദിൻ്റെ ഉഡായിപ്പ് നടക്കില്ല എന്ന് മുഹമ്മദ് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കണമെങ്കിൽ ജൂതന്മാരെ അവരുമായിട്ട് അകറ്റുകയും ജൂതന്മാരെ അവിടുന്ന് കൊന്നൊടുക്കുകയോ നാടകെടുത്തുകയോ ചെയ്യണം എന്ന് മുഹമ്മദ് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ജൂതവിരോധം മുഴുവൻ മുഹമ്മദ് അവിടെ വിളമ്പിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ജൂതവിരോധം വിളമ്പുന്നതിന് മുമ്പ് ജൂതന്മാരും മദീനക്കാരും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധം തകർക്കുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ ലക്ഷ്യം. സൽമാൻ ബിൻ ഫാരിസിനെ പോലെയുള്ള ആളുകൾ ജൂതന്മാരുമായിട്ടുള്ള ആത്മബന്ധം കാരണം അവരെ പുകഴ്ത്തി മുഹമ്മദിനോട് സംസാരിച്ചപ്പോൾ അവരെ നരകത്തിലെ വിറകാണെന്ന് ആദ്യം പറയുകയും പിന്നെ സൽമാൻ മൂഡൗട്ടായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ സാരല്ല അവരൊക്കെ സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കുകയും ചെയ്ത കോമഡിയൊക്കെ നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചിട്ട് നിങ്ങൾ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക, ഈ ഖുർആനിലെ വെളിപാടുകൾ എവിടെ നിന്ന് വന്നതാണ്? ഇങ്ങനെയൊക്കെ വെളിപാടിറക്കാൻ മാത്രം വെളിവ് കെട്ട ഒരാളാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്ന് എങ്ങനെയാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ വിശ്വസിക്കുക? ഇതാണ് വിശ്വാസികളോട് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. ഇനി നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ഈ ഖുർആൻ വാക്യം നസ്ഖ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീറൊക്കെ പറയുന്നത്. അങ്ങനെയാണ് നസ്ഖ്. കാരണം ആദ്യം നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു, സമാധാനിക്കൂ എന്ന് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഉണ്ടായിരിക്കൂ എന്ന് പറഞ്ഞു, പിന്നെ അതൊക്കെ നസ്ഖ് ചെയ്തിട്ടാണ് വാളെടുക്കാൻ പറഞ്ഞത് എന്നാണ് ഇബ്നു കസീർ എഴുതി വെച്ചിട്ടുള്ളത്. ഇബ്നു കസീർ എഴുതിയ വരികൾ നോക്കൂ. ബട്ട് ഫോർഗീവ് ആൻഡ് ഓവർലുക്ക് ടിൽ അള്ളാഹ് ബ്രിങ്സ് ഹിസ് കമാൻഡ്. ഈ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം അള്ളാഹിൻ്റെ കമാൻഡ് വരുന്നത് വരെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ഈ വാചകം വാസ് അബ്രിഗേറ്റഡ് ബൈ ദി ആയ 9:5. ദെൻ കിൽ ദ മുശ്രിക്കീൻ വേർ യു ഫൈൻഡ് ദം. മുശ്രിക്കുകളെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്ന 9:5 ആയത്ത് ഇറങ്ങിയതോടുകൂടി നിങ്ങൾ ക്ഷമിച്ചിരിക്കൂ എന്ന് പറഞ്ഞ ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, ക്യാൻസലാക്കപ്പെട്ടു, അബ്രഗേറ്റഡ് എന്നാണ് ഇവിടെ പച്ചയായിട്ട് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ ആയത്തുകളെ വാളിൻ്റെ ആയത്തുകൾ കൊണ്ട് നസ്ഖ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അള്ളാഹിൻ്റെ നസ്ഖിൻ്റെ വേറൊരു കോലം. അതേമാതിരി 9:29 ഇതിനെ നസ്ഖ് ചെയ്ത ആയത്താണെന്ന് പറഞ്ഞിട്ട് ഇതാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫൈറ്റ് അഗൻസ്റ്റ് ദോസ് ഹു ബിലീവ് നോട്ട് ഇൻ അള്ളാഹ് നോർ ഇൻ ദ ലാസ്റ്റ് ഡേ എന്ന് പറയുന്ന 9:29. അന്ത്യദിനത്തിലും അള്ളാഹിൻ്റെ റസൂലിലും വിശ്വസിക്കാത്തവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന തൗബ എന്ന അധ്യായത്തിലെ ഈ യുദ്ധത്തിൻ്റെ വചനങ്ങളെല്ലാം വന്നതോടുകൂടി ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞ വാക്യം റദ്ദായിപ്പോയി എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ദൈവക്കാർ നേരെ തിരിച്ചാണ് പറയുക. അതൊക്കെയാണ് അള്ളാഹിൻ്റെ വെളിപാടെന്നും മറ്റേത് സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നാണ് പറയുക. എന്നാൽ യഥാർത്ഥം മറ്റേത് അവസാനം പറഞ്ഞത് ഒറിജിനലും
ഇതൊക്കെ തൽക്കാലത്തെ അടവ് നയങ്ങളും മാത്രമായിരുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ബട്ട് ഫോർ ഗീവ് ആൻഡ് ഓവർലുക്ക് ടിൽ അള്ളാഹ് ബ്രിങ്സ് ഹിംസ് കമാൻഡ് വെരിലി അള്ളാഹ് ഈസ് ഏബിൾ ടു ഡു ആൾ തിങ്സ്. ഈ ആയത്തിനെ കുറിച്ചുള്ള മറ്റൊരു വിശദീകരണമാണ് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ളത്. ദ മെസഞ്ചർ ഓഫ് അള്ളാഹ് യൂസ്ഡ് ടു ഫോർഗീവ് ദം ആൻഡ് വാസ് പേഷ്യന്റ് വിത്ത് ദം ആസ് അള്ളാഹ് ഓർഡേർഡ് ഹിം അണ്ടിൽ അള്ളാഹ് അലൗഡ് ഫൈറ്റിംഗ് ദം. Then Allah destroyed those who he decreed to be killed among the strong men of Quraysh by the Prophet's force. ഈ ഖുറൈശികളെയും യൂതന്മാരെയൊക്കെ കൊന്നൊടുക്കാൻ അള്ളാഹ് തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വരെ മാത്രമേ ഈ പറഞ്ഞ ഫൊർഗീവ് ചെയ്യുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ ഈ വാക്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ഇബ്നു കസീർ. 110. നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിൻ്റെ ഫലം അള്ളാഹുവിങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ജൂതന്മാരുടെ കുറ്റമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അവരെ തൽക്കാലം നമുക്ക് വിടാം, അവരെ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിച്ചോളിയും സക്കാത്ത് കൊടുത്തോളിയും, പിന്നെ നിങ്ങളെ നന്മക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളി, നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നതാണ് രംഗം. ഇനിയും ജൂതന്മാർക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങൾ തുടരുന്നു, ഇതുപോലുള്ള മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും തുടരുന്നു, ബാലിശമായിട്ടുള്ള വെളിപാടുകൾ പറഞ്ഞ് ദൈവത്തെ പരിഹാസ്യനാക്കുന്നു. ഈ ചിത്രം നമുക്ക് ഈ അധ്യായം അവസാനം വരെ കാണാം, തുടർന്നുള്ള മറ്റ് അധ്യായങ്ങളിലും കാണാം. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ തുടരാം.